ഇറാനിൽ രാഷ്ട്രീയ മാറ്റം ആവശ്യപ്പെട്ടുകൊണ്ട് യുവാക്കൾ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് പ്രക്ഷോഭത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വേണമെങ്കിൽ നമുക്കിതിനെ ഒരു ജെൻസി ആയിട്ടൊക്കെ കാണാമെങ്കിലും ഈ യുവാക്കൾ പറയുന്നത് ഈ മതഭരണകൂടം വേണ്ട, ഇറങ്ങിപ്പോ തൈക്കിളവ എന്നാണ് ഖമനേയിയോട് പറയുന്നത്. ഖമനേയി ഉണ്ടാക്കിയിട്ടുള്ള ആ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള അരാജകത്വം ഇനി വേണ്ട, ഇറങ്ങിപ്പോണം എന്നുള്ളത് തന്നെയാണ്. അതിന് കാരണമായത് പണപ്പെരുപ്പവും അവരുടെ കറൻസിയുടെ മൂല്യത്തകർച്ചയുമാണ്. എല്ലാത്തിനും ഒരു കാരണം കാണുമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ കറൻസിയുടെ മൂല്യത്തകർച്ചയും പണപ്പെരുപ്പവും അവിടെ ഒരു കാരണമായത് ഈ പ്രക്ഷോഭത്തിന്. സത്യത്തിൽ പരമോന്നത നേതാവായിട്ട് ഖമനേയി വാഴാൻ തുടങ്ങിയെങ്കിലും ഈ ഒരു കാര്യങ്ങളിലൊന്നും വേണ്ട രീതിയിലുള്ള ഒരു പുരോഗമനത്തിലേക്ക് ഒരു പക്ഷേ ആ ഒരു രാജ്യത്തെ കൊണ്ടു ചെന്ന് എത്തിക്കാനായിട്ട് കഴിഞ്ഞോ എന്നുള്ളത് സംശയമാണ്. ഇറാനിലെ പണപ്പെരുപ്പം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. 72% ഓർക്കണം. നമ്മുടെ രാജ്യത്ത്, അതായത് ഇന്ത്യയിൽ അത് 1%. അത് തന്നെ നമുക്ക് താങ്ങാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല രീതിയിൽ പ്രതിപക്ഷത്ത് നിന്നും ഒക്കെ ആയിട്ട് പല രീതിയിലുള്ള ആരോപണങ്ങളോ ആക്ഷേപങ്ങളോ ഒക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോഴാണ് ഇറാനിൽ 72% പണപ്പെരുപ്പം ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു $42,000 റിയാലാണ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ട് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നിശ്ചയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ നിരക്കിൽ അവിടെ ഡോളർ പോലും കിട്ടില്ല എന്നുള്ളതാണ്. അവിടെ $1 കിട്ടണമെന്നുണ്ടെങ്കിൽ 14.2 ലക്ഷം റിയാൽ അവിടെ കൊടുക്കണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, എത്രത്തോളമാണ് അവിടെ കറൻസിയുടെ തകർച്ച, മൂല്യത്തകർച്ച എന്നുള്ളത്. പണപ്പെരുപ്പമൊക്കെ തടയാൻ വേണ്ടിയിട്ട് പല രീതിയിൽ അവിടെ നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇറാനിൽ നടപടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. റിയാലിൽ നിന്ന് 4 പൂജ്യങ്ങൾ വരെ വെട്ടിമാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ രാജ്യം ചെന്നെത്തി. പക്ഷെ അതൊന്നും അവരെ തുണച്ചില്ല എന്നുള്ളതാണ്. 31 പ്രവിശ്യകളാണ് ഇറാനിലുള്ളത്. ഈ 31 പ്രവിശ്യകളിൽ 17ലും പ്രക്ഷോഭം വളരെയധികം ശക്തമാണ്. ഏതാണ്ട് 10ഓളം പ്രക്ഷോഭകാരികൾ മരിച്ചുവെന്നാണ് ഈ പ്രക്ഷോഭത്തിനിടയിൽ മരിച്ചുവെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഈ പ്രതിഷേധക്കാരെ എന്ന് പറയുന്നതിൽ വിദ്യാർത്ഥികൾ കൂടിയുണ്ട്. അത് അധികൃതരെ വെട്ടിലാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധക്കാർക്കെതിരെ വെടിയുതിർത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അമേരിക്ക ഞാൻ ഇടപെടും എന്നാണ് അവിടെ നിന്ന് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഇറാൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കാര്യമാണ്, അതൊന്നും അനുവദിക്കാൻ കഴിയില്ല. അമേരിക്ക ഈ അവസരം നോക്കി അത് മുതലെടുക്കാൻ നോക്കണ്ട എന്നുള്ള തിരിച്ചുള്ള ഒരു കത്ത് കൂടി ഇറാനിൽ നിന്ന് ട്രംപിന് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ആണവായുധ നിർമ്മാണം, ഹൂതികൾക്കും മറ്റും സാമ്പത്തിക ആയുധ പിന്തുണ തുടങ്ങിയവയൊക്കെ ഇറാൻ ഭരണകൂടം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇറാൻ ഭരണകൂടത്തിന്റെ ഈ നടപടികളോടുള്ള എതിർപ്പ് മൂലമാണ് അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം ഉണ്ടായത്. ഈ ഉപരോധമാണ് സത്യത്തിൽ ഇറാനെ തകർത്ത് കളഞ്ഞത്. ഇത് തന്നെയാണ് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നത്തിലേക്ക് വഴിവെച്ചതും. അപ്പൊ ഇതിനു മുമ്പും നമുക്കറിയാം മഹസ അമീനിയുടെ മരണം, അതിനെ തുടർന്നും വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായിരുന്നു. 2022 ഈ തരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നത്. അതിനെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. ഹിജാബ് പ്രക്ഷോഭം ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഹിജാബ് ധരിക്കാത്തതിനെ തുടർന്ന് പിടിക്കപ്പെട്ടിട്ടുള്ള മഹസ അമീനി എന്ന് പറയുന്ന 22കാരി കസ്റ്റഡിയിൽ അതിദാരുണമായിട്ട് കൊല്ലപ്പെട്ടിട്ടുള്ള സംഭവമാണിത്. അപ്പോൾ മഹസയുടെ സംസ്കാര ചടങ്ങിൽ നിരവധി സ്ത്രീകളാണ് അന്ന് ഹിജാബ് ധരിക്കാതെ പ്രതിഷേധിച്ചൊക്കെ എത്തിയത്. ഈ പ്രതിഷേധക്കാരെ മുഴുവനും ഈ ഇറാൻ ഭരണകൂടം, ഈ ഖമനേയി ഭരണകൂടം അടിച്ചമർത്തി. 10,000-ലധികം പേരെ അന്ന് അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു. പിന്നീട് UN നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യം ഞെട്ടിക്കുന്നതാണ്. പൂർണ്ണമായിട്ടും ഇറാൻ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്നായിരുന്നു കണ്ടെത്തിയത്. ഇനി ഇറാനിൽ ഭരണമാറ്റം ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ആരുടെ കയ്യിലേക്ക് ഇറാൻ എത്തും? അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ജിയോ പൊളിറ്റിക്സിനെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യം അവിടെ സംഭവിക്കുകയും ചെയ്യും. ആയത്തുള്ള അലി ഖമനേയി ഇതുവരെ ഇറാനിൽ നടക്കുന്ന ഈ പ്രക്ഷോഭങ്ങളോടൊന്നും തന്നെ ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. വളരെ മോശമാണ് ഖമനേയിയുടെ ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ വയസ്സായ ആളാണ്. അപ്പോ ഈ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന ഒരാൾ
ആ കസേരയിൽ നിന്ന് മാറിക്കൊടുക്കേണ്ടതാണ്. സ്വന്തം മകന് വേണ്ടി പോലും ഖമനേയി ആ കസേര വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രതിഷേധത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അവിടെ ഇറാനിൽ ഒരു ഭരണമാറ്റം സംഭവിക്കുമെന്ന് എല്ലാവരും വിലയിരുത്തുന്നത്. 2025 തുടക്കത്തിൽ തന്നെ ഖമനേയി 3 പേരെ തൻ്റെ പിൻഗാമികളാണ് എന്നുള്ള തരത്തിൽ തിരഞ്ഞെടുത്തിരുന്നു. അതിൽ നിന്ന് സ്വന്തം മകനായിട്ടുള്ള മജ്തബയെ ഒഴിവാക്കുകയും ചെയ്തു. പിൻഗാമിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഇബ്രാഹിം റൈസി 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ 3 പേരുടെ പേര്. അന്ന് അത് വലിയ ചർച്ചയായിരുന്നു. ഖമനേയിയുടെ പിൻഗാമി ആര് എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ അത് ആഘോഷിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ 3 പേരുടെ ചുരുക്കപ്പട്ടികയൊക്കെ തയ്യാറാണ് എന്ന് പറയുമ്പോഴും ഇവർക്കാർക്കും ജനപിന്തുണയില്ല എന്നുള്ളതാണ് വാസ്തവം. ഇറാനെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പറയുന്ന 3 പേരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നയിക്കുമെന്നുള്ള പ്രതീക്ഷ അവിടുത്തെ ജനത്തിനുമില്ല. നിലവിൽ അവിടെ ഒരു പ്രസിഡന്റ് ഉണ്ട് എന്ന് പറയപ്പെടുന്നു. മസൂദ് പെസഷ്കിയാൻ എന്നാണ് പേര്. പെസഷ്കിയാന്റെ പല സാമ്പത്തിക വിദഗ്ധനാണ് പെസഷ്കിയാൻ. പക്ഷേ പെസഷ്കിയാൻ അവിടെ ഒരു പാവ ആയി മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങൾക്കൊക്കെ ഊന്നൽ നൽകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറാനിയൻ കറൻസിയുടെ മൂല്യം ക്രമീകരിക്കാനുള്ള നീക്കമൊക്കെ സജീവമാക്കിയതും പെസഷ്കിയാൻ തന്നെയാണ്. പക്ഷേ ഒരു നടപടി പോലും ഇതിനെ സ്റ്റേബിളാക്കി നിർത്താനുള്ള ഒരു നടപടിയും ഫലവത്തായില്ല എന്നുള്ളതാണ്. അപ്പോൾ നിലവിൽ ഇത്തരത്തിലൊരു ഭരണമാറ്റം ഉണ്ടായാലും ഇപ്പോഴവിടെ ഉണ്ടായിട്ടുള്ള ഈ പ്രക്ഷോഭമാണെങ്കിലും അത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. നമുക്കറിയാം ഇറാനിൽ ചബഹർ പോർട്ടിൽ ഇന്ത്യ വലിയ രീതിയിലുള്ള നിക്ഷേപമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ സജ്ജമാക്കിയിട്ടുള്ള ഈ ഒരു തുറമുഖത്തിൻ്റെ പ്രവർത്തനത്തിനും ഒക്കെയും ഈ പ്രതിഷേധം വലിയ രീതിയിൽ ഭീഷണിയാവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറാന് ഏർപ്പെടുത്തിയിട്ടുള്ള ഈ ഉപരോധം അടുത്തിടെ അമേരിക്ക ചബഹർ പോർട്ടിനു കൂടി ബാധകമാക്കി. പിന്നീട് ഇന്ത്യക്കായിട്ട് അത് ഇളവ് നൽകുകയാണ് അമേരിക്ക ചെയ്തത്. അതേസമയം തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഉപരോധങ്ങളൊക്കെ ഒഴിവാക്കാനും ചർച്ചകളിലൂടെ ശ്രമിക്കുമെന്ന് ഇന്ത്യയിലെ ഇറാനിയൻ അംബാസഡർ ആയിട്ടുള്ള മുഹമ്മദ് ഫത്താലി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറാനിലെ സിസ്താൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുള്ള ആഴക്കടൽ തുറമുഖമാണ് ചബഹാർ പോർട്ട്. നമ്മുടെ ചബഹാർ പോർട്ട് രാജ്യാന്തര ഗതാഗത ഇടനാഴിയാണ്. ഇത് സ്ഥാപിക്കാനുള്ള ത്രികക്ഷി കരാറിൽ ഇറാനും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും നേരത്തെ തന്നെ ഒപ്പുവെച്ചതാണ്. ഒപ്പുവെച്ചതോടുകൂടിയാണ് ഇന്ത്യ ചബഹാറിൽ വലിയ രീതിയിലുള്ള ഒരു ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുകയും ചെയ്യുന്നത്. 2014 തന്നെ ഇന്ത്യ ഇറാനുമായിട്ട് ഈ ഒരു പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണത്തിനുള്ള 10 വർഷത്തെ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. തുറമുഖ വികസനത്തിന് $120 മില്യൺ നിക്ഷേപവും അടിസ്ഥാന സൗകര്യ പദ്ധതികൾ ഒരുക്കാനായിട്ട് $250 മില്യൺ വായ്പയും ഇന്ത്യ ഉറപ്പുവരുത്തുകയും ചെയ്തതാണ്. 2024-25 എത്തുമ്പോൾ ഇന്ത്യ 100 കോടി രൂപ വായ്പയായിട്ടും ഈ ചബഹാർ പോർട്ടിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ തുറമുഖത്തിന് ഉപരോധം വന്നതിലൂടെ ഇന്ത്യയുടെ നിക്ഷേപങ്ങൾ കൂടി അവിടെ തുലാസിലാവുകയും ചെയ്തതാണ്. പാകിസ്ഥാനെ ആശ്രയിക്കാതെ അഫ്ഗാനിസ്ഥാനിലേക്ക് ഇന്ത്യക്ക് നേരിട്ടെത്താവുന്ന ഒരു പ്രവേശന കവാടമായിട്ട് മാറുന്നുണ്ട് ചബഹാർ. ഇറാൻ, റഷ്യ, മധ്യേഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള കസക്കിസ്ഥാൻ, തജക്കിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവയുമായിട്ടും ഇന്ത്യക്ക് വളരെ വേഗത്തിൽ എളുപ്പത്തിൽ വ്യാപാരം നടത്താനായിട്ട് ഈ ചബഹാർ പോർട്ടും സഹായകമാണ്. കൂടാതെ യൂറോപ്പിലേക്കുള്ള ചരക്ക് നീക്കവും ഇതുവഴി ഇന്ത്യ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പോർട്ടാണ് ഇറാനിൽ ഇന്ത്യക്കുള്ളത്. അപ്പോൾ അവിടെ ഒരു ഭരണമാറ്റം നടന്നാലും അവിടെ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും വളരെ വ്യാപകമായ രീതിയിൽ നടന്നാലും ഇനി ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാലും അത് ഇന്ത്യയെ ബാധിക്കുക തന്നെ ചെയ്യും. ബാധിക്കില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു പോർട്ട് അവിടെ ഉള്ളപ്പോൾ അത് ഇറാനും അമേരിക്കയും തമ്മിൽ ഉടക്കിലാണ്. പക്ഷേ ആ ഒരു പ്രശ്നം മൂർച്ഛിക്കുകയും ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായും ഇന്ത്യക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്.